നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ നോട്ട് നിരോധനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ ഓർമ്മയിലേക്ക് ആ ഒരു ഭീകരമായ സമയം കടന്നു വരാനിടയുണ്ട്. അന്ന് രാജ്യത്ത് 1000-ൻ്റെയും 2000-ൻ്റെയും ഒക്കെ കറൻസി നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്ന് നിലവിൽ രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ കറൻസി നോട്ട് എന്ന് പറയുന്നത് 500 രൂപ നോട്ടാണ്. 500-നപ്പുറത്ത് മൂല്യമുള്ള നോട്ടുകൾ ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ 500 രൂപ നോട്ടുകളെക്കുറിച്ച് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈ അലേർട്ട് വാർത്തയാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും ഈ വാർത്ത പൂർണ്ണമായിട്ടും കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒരു രാജ്യത്തെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താൻ ആ രാജ്യത്തിന്റെ കറൻസി വ്യാജമായി നിർമ്മിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു രീതി കാലങ്ങളായുണ്ട്. ചില രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ അസ്ഥിരപ്പെടുത്താനായി അവരുടെ നോട്ടുകൾ അടിച്ച് ആ രാജ്യത്തെ വിതരണം ചെയ്യാറുണ്ട്. നിലവിലുള്ള 500 രൂപ നോട്ടുകൾക്കൊപ്പം തന്നെ പുതിയതായിട്ട് വിപണിയിൽ ഇപ്പോൾ വ്യാജ 500 രൂപ നോട്ടുകൾ പ്രചരിക്കുന്നതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. ഈ വ്യാജ നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. വ്യാജ 500 രൂപ നോട്ടുകൾ അത് കാഴ്ചയിലും ഗുണമേന്മയിലും ഒറിജിനലായി ഏറെക്കുറെ സമാനമായതിനാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഇത് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടാണ്. തിരക്കിട്ടുള്ള പണമിടപാടുകളിലൊക്കെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ നോട്ടുകളുടെ ആധികാരികത ശ്രദ്ധിക്കാതെ പോവും. ഇവ കണ്ടെത്താനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടാവും. എന്നാൽ ഈ വ്യാജ നോട്ടുകളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാവുന്ന ചില കാര്യങ്ങൾ പറയാം. ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നോട്ട് രണ്ടും ശ്രദ്ധിക്കുക. മുകളിലുള്ളത് വ്യാജനും താഴെയുള്ളത് ഒറിജിനലുമാണ്. നോട്ടിന്റെ ഇടതുവശത്ത് മാർക്ക് ചെയ്തിരിക്കുന്നിടം ശ്രദ്ധിക്കുക. വെള്ള നിറമുള്ള ഭാഗത്തേക്ക് ഡിസൈൻ പടർന്നിരിക്കുന്നു. 2, ഗാന്ധിജിയുടെ ചെവിയുടെ പിറകിലായി 500 എന്നെഴുതിയിരിക്കുന്നത് മറഞ്ഞിരിക്കുകയാണ്. ഒറിജിനലിൽ അത് ഇടത്തേക്ക് മാറി വായിക്കാവുന്ന തരത്തിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമതായി, ഗാന്ധിജിയുടെ തലയുടെ ആ ഭാഗം ശ്രദ്ധിച്ചാൽ വ്യാജന്മാർക്ക് പ്രിന്റിംഗിൽ ഒട്ടും ശ്രദ്ധയില്ലെന്നും നമുക്ക് മനസ്സിലാവും. ഇനി നാലാമതായോ, ഗാന്ധിജിയുടെ ചിത്രത്തിന് പിറകിലായി മറ്റൊരു മുഖം വരുന്ന പോലെ ആ ഗാന്ധിജിയുടെ മുഖം തന്നെ വല്ലാതെ പടർന്ന് ഇരിക്കുന്നു. അഞ്ചാമതായി, ഒറിജിനലിൽ റിസർവ് ബാങ്ക് ഗവർണർ വക ഐ പ്രോമിസ് ടു എന്ന് തുടങ്ങുന്ന ഭാഗം വ്യക്തമായി കാണാമെങ്കിൽ വ്യാജനിലാണെങ്കിൽ അത് സുരക്ഷാ ത്രെഡിനോട് ചേർന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇനി ആറാമത്തേത്, ഒറിജിനൽ നോട്ടിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന വാക്കിലെ ഇക്ക് പകരം എ എന്ന് തെറ്റായി അച്ചടിച്ചിരിക്കുന്നതായും കാണുന്നു. ഇനി 7, വലതുവശത്ത് അറ്റത്തായി കാണുന്ന അശോക ചക്രത്തിന്റെ പ്രിന്റിംഗിലും പിഴവുണ്ട്. ലഭിക്കുന്ന നോട്ടുകൾ അത്യാവശ്യം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ഒരു പരിധിവരെ വ്യാജ നോട്ടുകളെ തിരിച്ചറിയാൻ ഏത് സാധാരണക്കാർക്കും കഴിയും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സൂക്ഷ്മമായിട്ടുള്ള പിശക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും. പെട്ടെന്നുള്ള ചില ഇടപാടുകളിൽ ഈ ചെറിയ തെറ്റ് ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതകൾ ഏറെയാണ്. വ്യാജ നോട്ടുകൾ വലിയ തോതിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ബാങ്കുകൾ, മറ്റ് അനുബന്ധ ഏജൻസികൾ എന്നിവയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വ്യാജ നോട്ടുകളൊക്കെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായിട്ട് സംശയാസ്പദമായിട്ടുള്ള കറൻസി നോട്ടുകളുടെ ചിത്രങ്ങളടക്കം പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായിട്ടുള്ള കറൻസി നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ ഈ വിവരം അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തീവ്രവാദ ധനസഹായ കേസുകളിൽ അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് പ്രചാരത്തിലുള്ള വ്യാജ നോട്ടുകളുടെ കൃത്യമായിട്ടുള്ള എണ്ണം അത് ഇപ്പോഴും അജ്ഞാതമാണ്. ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന കള്ളനോട്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് വിവരം. വ്യാജ കറൻസി പ്രശ്നം തടയുന്നതിനായിട്ട് സർക്കാർ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടാതെ എല്ലാ ബാങ്ക് ശാഖകളിലും നിയുക്ത ബാങ്ക് ഓഫീസുകളിലും കറൻസി ശാഖകളിലും വ്യാജ കറൻസി കൂടുതൽ ഫലപ്രദമായിട്ട് കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ബാങ്ക് നോട്ട് സോർട്ടിംഗ് മെഷീനുകളും പരിശോധനാ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.